എന്റെ മക്കളെ ഇന്നലെ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് കേട്ടോ ഞാൻ 300 രൂപ വലിയ ആളായിട്ട് 300 രൂപ സേവ് ചെയ്ത് വെച്ചേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോയി അതിൽ നിന്ന് പൈസ എടുത്തു പോയി എന്ന് വിചാരിക്കും. അതല്ല പറഞ്ഞു തരുന്നത്, പൈസ ഞാൻ എടുത്തിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ സേവ് ചെയ്യണ്ടേ? ഇന്ന് സേവ് ചെയ്യേണ്ടത് എത്ര രൂപയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ 290 രൂപ ഞാൻ സേവ് ചെയ്യണം. ഇന്ന് ഞാൻ അതിനകത്തേക്ക് ഇട്ട് വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ബാഗ് എടുക്കുന്നു, അതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് നോക്കുന്നു എന്നുള്ളതായിരുന്നു അടുത്ത സ്റ്റെപ്പ് വന്നത്. അപ്പൊ അതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് നോക്കിയപ്പോൾ ആകെയുള്ളത് 400 രൂപ, 2 200 നോട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് 200 രൂപ 400 രൂപ ഇല്ലേ, 290 അതിൽ നിന്ന് ഇട്ടാ പോരെന്ന്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഉള്ളത് മുഴുവൻ അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വന്ന് പിന്നെ അതിനകത്തുനിന്ന് കുത്തി തുറന്നെടുക്കേണ്ടി വരില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു നോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇടാന്ന് വിചാരിച്ചു. നമ്മളൊരു മണി ബോക്സ് കണ്ടിട്ടില്ലേ, അതിനകത്ത് കയ്യിലുള്ള പൈസയല്ലേ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓർഡറിൽ അങ്ങോട്ട് പോകണ്ട, ഓർഡറിൽ പോയാൽ നമ്മൾ സാധാരണക്കാർ ആളുകൾക്ക് അത് പറ്റുമെന്ന് തോന്നണില്ല. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഒരു നോട്ട് എടുത്ത് സേവ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞാൻ സേവ് ചെയ്യുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പൊ 200 രൂപ ഞാൻ മടക്കി അതിനകത്ത് ഇട്ടു. ശേഷം ബാക്കി ഉണ്ടായ 200 രൂപ ഞാൻ എന്ത് ചെയ്ത് ബാഗിൽ വെച്ചിട്ട് എടുത്തു വെച്ച്. കാരണം പിള്ളേരുണ്ട്, ആവശ്യങ്ങളുണ്ട്, എല്ലാം കൂടി ഇവിടെ ബോക്സിൽ എടുത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. സാധാരണ ആർക്കും അങ്ങനെ നടക്കാറില്ല. ഓക്കെ, അപ്പൊ ഇനി നാളെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 290 അല്ലെങ്കിലും 200 എങ്കിലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാലോ എന്ത് എനിക്ക് ഇതുപോലെ ഒന്ന് സേവ് ചെയ്യണം. അപ്പൊ സാധാരണ നമുക്കും തോന്നൂലേ അയ്യോ ഇത്രയും പൈസ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ല, ഞാൻ എങ്ങനെ സേവ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ട്രിക്കാണ്. എന്ത് ഉള്ളതുപോലെ ഇതിൽ നമ്മൾ കള്ളികളിൽ വരച്ചു വെച്ചിരിക്കുന്ന ഏത് പൈസയാണോ ആ ദിവസം നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതിനകത്ത് ഇടാം. അപ്പോഴും നമുക്ക് ഈ ഒരു മണി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ. അപ്പൊ നിങ്ങളും തുടങ്ങിക്കോ. ഓക്കെ.